കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായി ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കുന്ന രീതികൾ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ വിഭവങ്ങളുടെ പൂർണ്ണവും കാര്യക്ഷമവുമായ വിനിയോഗം, ഭാഗികമായ വിനിയോഗം, വിഭവങ്ങളുടെ വളർച്ച, ഈ മൂന്ന് കാര്യങ്ങൾ ഉൽപാദന സാധ്യതാ വക്രം എന്ന ഡയഗ്രം ചിത്രീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യതാ വക്രത്തിന് മുകളിലുള്ള ഏതൊരു ബിന്ദുവും സൂചിപ്പിക്കുന്നത് രാജ്യത്തുള്ള ഉൽപാദന വിഭവങ്ങൾ, ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം, ഈ 4 ഉൽപാദന ഘടകങ്ങളും പൂർണ്ണമായും കാര്യക്ഷമമായും വിനിയോഗിച്ചു എന്നാണ്. ഇനി ആ ഉൽപാദന സാധ്യതാ വക്രത്തിന് ഉള്ളിലുള്ള ഇടതുവശത്തുള്ള മുഴുവൻ ഏരിയയും വിശദമാക്കുക. അതിലെ ഏതൊരു ബിന്ദുവും വ്യക്തമാക്കുന്നത് ഉൽപാദന ഘടകങ്ങളുടെ അപൂർണമായ അല്ലെങ്കിൽ ഭാഗികമായ വിനിയോഗമാണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, അതാണ് ഭാഗികമായ വിനിയോഗം എന്ന് ഉദ്ദേശിക്കുക. ഇനി നമ്മൾ കണ്ടു ഉൽപാദന സാധ്യതാ വക്രം PPC, ഇടത്ത് നിന്ന് വലത്തോട്ട് കോൺകേവ് ആകൃതിയിൽ വന്ന വക്രം, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ആ വക്രത്തിന് മുകളിൽ അപ്വേർഡായിട്ട് P1 അതേ സ്ലോപ്പിൽ നമ്മൾ മറ്റൊരു കോൺകേവ് ഷേപ്ഡ് PPC വരച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, വിഭവങ്ങളുടെ വളർച്ചയായി നമ്മൾ അതിനെ കാണണം. സാങ്കേതിക വിദ്യ വളർന്നു, വിഭവങ്ങൾ കൂടുതൽ ഉണ്ടായി, അതിനനുസരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ചുരുക്കത്തിൽ വിഭവങ്ങളുടെ പൂർണ്ണവും കാര്യക്ഷമവുമായ വിനിയോഗം, വിഭവങ്ങളുടെ ഭാഗിക വിനിയോഗം, വിഭവങ്ങളുടെ വളർച്ച, ഈ 3 കാര്യങ്ങളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിന്റെ സഹായത്തോടു കൂടി ഉൽപാദന സാധ്യതാ വക്രം എന്ന ഒരു ഉൽപാദന സാധ്യത സെറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു. ആ ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഡയഗ്രാം ഫോം ചെയ്തു. ഓക്കെ, അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി. ഇനി അതിൽ ചേർക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട ഒരു ഇക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചിലവ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസരാത്മക ചിലവ്? ഈ ആശയത്തിന്, ഈ ഒരു കോൺസെപ്റ്റിന് ഇക്കണോമിക്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് that has been sacrificed or that has been foregone. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിൻ്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ പ്രസ്തുത വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി വിനിയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും നല്ല ഉപേക്ഷിക്കപ്പെട്ട വസ്തു. That is the next best alternative product, commodity that has been sacrificed or foregone. Okay, ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമ്മൾ അവസരാത്മക ചെലവിനെ ഇവിടെ സീമാന്ത അവസരാത്മക ചെലവ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റും കൂടി കൂടെ നമ്മൾ ചേർക്കണം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ സീമാന്ത അവസരാത്മക ചെലവ്. ആദ്യം നമ്മൾ കണ്ടു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഫോർഗോൺ ഓർ ദാറ്റ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC, എന്താണ്? ദ റേറ്റ് ഓഫ് സാക്രിഫൈസ്. സാക്രിഫൈസ് ചെയ്യുന്ന ആ നിരക്കാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ്? റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വിഭവങ്ങൾ ദുർലഭമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ മറ്റൊരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരു വസ്തു സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റൊരു വസ്തുവിന്റെ കൂടുതൽ അളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ സാക്രിഫൈസിന്, റേറ്റ് ഓഫ് സാക്രിഫൈസിനെ നമ്മൾ എന്ത് വിളിക്കണം? മാർജിനൽ ഓപ്പർച്യൂണിറ്റി. നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലായി എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സീമാന്ത അവസരാത്മക ചെലവ്. ആ കോൺസെപ്റ്റ്, ആ സങ്കല്പം, ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രവും അതിൻ്റെ ആകൃതിയും എന്താണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തമ്മിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്.
അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് between MOC and PPC. Relationship between MOC, marginal opportunity cost, and PPC, production possibility curve. ഇവിടെ നമ്മൾ കാണണം PPC, ഇവിടെ MOC, PPC, shape. Okay, marginal opportunity cost, production possibility curve, and the shape of the production possibility curve. ആദ്യം മനസ്സിലാക്കേണ്ടത് MOC വർദ്ധിക്കുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ആകൃതി കോൺകേവ് ആയിരിക്കും. MOC വർദ്ധിക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺകേവ് ആയിരിക്കും. നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്, ഇതാണ് XOY wheat rice. This is production possibility curve PP. The shape is concave. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, MOC അപ്പോൾ കോൺകേവ് ഷേപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, MOC increasing. If MOC is increasing, the shape of the production possibility curve should be like concave shape. Okay, and ini supposing MOC decreases. If MOC decreases, MOC decrease ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താണ്, കോൺവെക്സ്. ദിസ് ഈസ് ദ കോൺവെക്സിറ്റി, കോൺവെക്സ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, MOCയും PPCയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. MOC വർദ്ധിക്കുകയാണെങ്കിൽ PPC കോൺകേവ് ആയിരിക്കും. MOC കുറയുകയാണെങ്കിൽ PPC കോൺവെക്സ് ആയിരിക്കും. അതായത് ഈ അവസ്ഥയിൽ നേരത്തെ കോൺകേവ് നമ്മൾ എന്താണ്, അതിൻ്റെ ഇടത്തു നിന്ന് വലത്തോട്ട് ഉന്മധ്യമത്തിൽ ചെരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കോൺകേവ് ഷേപ്പ് എന്ന് വിളിച്ചു. ഇതെന്താണ്, കോൺവെക്സ് ഷേപ്പായത്. ഇതിന്റെ കാരണം എന്താണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയുന്നത് കൊണ്ടാണ് PPCയുടെ ആകൃതി കോൺവെക്സ് ആയി മാറിയത്. ഇനി MOCയിൽ മാറ്റമില്ല എന്ന് വിചാരിക്കുക, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ മാറ്റമില്ല, അത് കോൺസ്റ്റന്റ് ആണ് എന്ന് വിചാരിക്കുക, കോൺസ്റ്റന്റ്. അപ്പോൾ എന്തായിരിക്കും, ദ ഷേപ്പ് ഓഫ് ദ PPC ഈസ് linear. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, MOC വർദ്ധിക്കുമ്പോൾ PPC കോൺകേവ് ആകൃതിയിലാകുന്നു, MOC കുറയുമ്പോൾ PPC കോൺവെക്സ് ആകൃതിയിലാകുന്നു, MOCയിൽ മാറ്റമില്ലാതെ സ്ഥിരമായി നിലനിൽക്കുമ്പോൾ PPC ലിനിയർ ആകുന്നു. ഓക്കെ, ഇത് വളരെ ശ്രദ്ധാപൂർവം ജസ്റ്റ് നോട്ട് ചെയ്യണം. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഫിഗർ തരും, അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കണം. അപ്പോൾ MOC വർദ്ധിക്കുകയാണെങ്കിൽ ഫിഗറിന്റെ ഷേപ്പ് എന്താണ്, ഡയഗ്രത്തിന്റെ ഷേപ്പ്, PPCയുടെ ഷേപ്പ് കോൺകേവ്. MOC കുറയുകയാണെങ്കിൽ എങ്ങനെയാണ്, PPCയുടെ ഷേപ്പ് കോൺവെക്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി MOCയിൽ മാറ്റമില്ല, സ്ഥിരമായി നിലനിൽക്കുകയാണ്, കോൺസ്റ്റന്റ് ആണെങ്കിൽ PPCയുടെ ആകൃതി എന്താണ്, ലിനിയർ, സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഓർത്തു വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇക്കണോമിക്സിലെ വേറെ രണ്ട് കോൺസെപ്റ്റ്സ് ഒന്ന് നോക്കാം. പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. ഒന്ന് ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഇക്കണോമിക്സ് and normative economics. പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ് വളരെ സിമ്പിളായ കാര്യം. പോസിറ്റീവ് ഇക്കണോമിക്സ് അനലൈസ് വാട്ട് ഈസ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുവാൻ എന്താകുന്നു, വാട്ട് ഈസ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, വോളിയം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഉയർന്നതാണ്. കാരണം എന്താണ്, ഇന്ത്യ ഈസ് ആൻ ഓവർ പോപ്പുലേറ്റഡ് ഇക്കോണമി. അപ്പോൾ ഇന്ത്യയിൽ അമിത ജനസംഖ്യയുണ്ട്, അതുകൊണ്ട് ഇവിടെയുള്ള തൊഴിലില്ലായ്മ വിധാനം വളരെ കൂടുതലാണ്.
അപ്പോൾ ഇത് കണ്ടില്ലേ, പോസിറ്റീവ് ഇക്കണോമിക്സ്, വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ്? വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്, പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് അഥവാ വാസ്തവിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അനലൈസ് ചെയ്യുന്ന, അപഗ്രഥിക്കുന്ന എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? വാട്ട് ഈസ് പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്, എന്താകുന്നു. എക്സാമ്പിൾ എന്താണ്? ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ്, ദ വോളിയം ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. എന്താ? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വിധാനം വളരെ ഉയർന്നതാണ്. ബിക്കോസ് ഇന്ത്യ ഈസ് എൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി. റെഡി? അപ്പോൾ അത്ര മാത്രം പറഞ്ഞു. എന്താകുന്നു ഒരു പ്രത്യേക സംഗതി, എന്താകുന്നു എന്ന് പറഞ്ഞു, ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്താകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ പോകുന്നില്ല. നമ്മൾ എന്താകുന്നു എന്ന് പറഞ്ഞ സംഗതിയുടെ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ നേട്ടങ്ങളിലേക്കോ അതിൻ്റെ കോട്ടങ്ങളിലേക്കോ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് പോകുന്നില്ല. ഏത്? പോസിറ്റീവ് ഇക്കണോമിക്സ്, വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. ഇനി നോക്കുക, നോർമേറ്റീവ് ഇക്കണോമിക്സ്. എന്താണ് അതിൻ്റെ മലയാളം? പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. നോർമേറ്റീവ് ഇക്കണോമിക്സ്. നോർമേറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് ഓർ അനലൈസസ് വാട്ട് ഓട്ട് ടു ബി, എങ്ങനെയായിരിക്കണം അഥവാ എന്തായിരിക്കണം. ഇവിടെ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴിലില്ലായ്മ വിധാനം വളരെ ഉയർന്നതാണ്. കാരണം എന്താണ്? ഇവിടെ ജനസംഖ്യ ദിനംപ്രതി എന്നോണം പ്രോഗ്രസീവ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാമാണിക സാമ്പത്തിക ശാസ്ത്ര വിശകലനം ചെയ്യുമ്പോൾ, നോർമേറ്റീവ് ഇക്കണോമിക്സ് വിശകലനം ചെയ്യുമ്പോൾ ഈ കാര്യത്തിൻ്റെ ഡീറ്റെയിൽ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും, അതായത് നോർമേറ്റീവ് ഇക്കണോമിക്സിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വിശദമായി മനസ്സിലാക്കുകയും അതിൻ്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും അതിൻ്റെ ഗുണത്തിലേക്കും ദോഷത്തിലേക്കും കൂടി നമ്മൾ പോയി വിശദമായ ഒരു കാര്യം പഠിക്കുകയാണ് ചെയ്യുക. പക്ഷേ പോസിറ്റീവ് ഇക്കണോമിക്സിലോ എന്താകുന്നു എന്ന് മാത്രം നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അതിൻ്റെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ പോകുന്നില്ല. നിങ്ങൾ ഈ കാര്യം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ഹൃദയസ്ഥമാക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പോകണ്ട. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ 2 മാർക്കിന് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് ചോദിക്കുകയുള്ളൂ. എന്താണ് ഉത്തരം? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. എന്താണ്? പോസിറ്റീവ് ഇക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ്, നോർമേറ്റീവ് ഇക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് വാട്ട് ഓട്ട് ടു ബി. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്താണത്? വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. ഇതിൽ എന്താണ് നമ്മൾ അപഗ്രഥിക്കുന്നത്? എന്താകുന്നു, വാട്ട് ഈസ്. നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്താണ് ഇതിന്റെ മലയാളം? പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. ഇതെന്താണ് നമ്മൾ അപഗ്രഥിക്കുക? വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം അഥവാ എങ്ങനെയായിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് വീണ്ടും പറയുന്നു, പോസിറ്റീവ് ഇക്കണോമിക്സ് അനലൈസസ് വാട്ട് ഈസ്. അപ്പോൾ എന്താണ്? എന്താകുന്നു എന്ന് മാത്രം. നോർമേറ്റീവ് ഇക്കണോമിക്സ് ആണെങ്കിലോ വാട്ട് ഓട്ട് ടു ബി, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന്. ഇതിൽ വെച്ച് ഇത് ബൈൻഡപ്പ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അത് ഡീറ്റെയിൽ പോകേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ട് എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ റെഫർ പേജിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 4 ഡെഫിനിഷൻസ് പഠിച്ചു. അതിൽ 3 നിങ്ങൾ മനസ്സിലാക്കണം. ആ 3 ഡെഫിനിഷൻസ്, വെൽത്ത്, വെൽഫെയർ ആൻഡ് സ്കേഴ്സിറ്റി, ഈ 3 നിർവചനങ്ങളും 3 ഇക്കണോമിക്സിൻ്റെതാണ്. 3 പ്രശസ്ത ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർഷങ്ങൾ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമ്മൾ ഓർത്ത് വെക്കണം. ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എപ്പോഴാണ്? 1776. ആൽഫ്രഡ് മാർഷലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എപ്പോഴാണ്? 1890. ലാനൽ റോബിൻസിന്റെ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. നമ്മൾ ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും പ്രധാനമായിട്ടും 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരിക. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ വിശദമായി നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് വീണ്ടും ഞാൻ പോകുന്നില്ല. പക്ഷേ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ 3 സമ്പദ് വ്യവസ്ഥകളിൽ വ്യത്യസ്ത തരത്തിലാണ് പരിഹരിക്കുന്നത്. നമ്മൾ 3 സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് ഇക്കോണമി, ക്യാപിറ്റലിസം. അവിടെ ഈ പറഞ്ഞ 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കുക വില സംവിധാനമാണ്, പ്രൈസ് മെക്കാനിസം അഥവാ കമ്പോള സംവിധാനമാണ്. ഓർത്തു വെക്കണം. നമുക്കറിയാം 4 ഉൽപ്പാദന ഘടകങ്ങളാണ്: ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. ഇത് കൈവശം വെച്ചിരിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും സ്വകാര്യ വ്യക്തികളാണ്. അതിൻ്റെ ലക്ഷ്യം അവരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഇക്കോണമിയിൽ
എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുക വില സംവിധാനമാണ് അഥവാ കമ്പോള സംവിധാനമാണ്. മാർക്കറ്റ് ഇക്കോണമിക്ക് ഉദാഹരണം അമേരിക്ക. പിന്നെ നേരെ സോഷ്യലിസത്തിലേക്ക് വരിക. സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓർ പ്ലാനിംഗ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി എന്നാണ് പറയുക. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ലിറ്ററൽ മീനിങ് ഓഫ് സോഷ്യലിസം ഇന്ന് ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു കേന്ദ്രീകൃത ആസൂത്രണം ചെയ്തിട്ടുള്ള വ്യവസ്ഥിതിയാണ്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയാണ്. ഉൽപ്പാദന ഉപാധികളൊക്കെ കൈവശം വെച്ചിരിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനോ ഗവൺമെന്റോ ആണ്. അവിടുത്തെ പ്രധാന ഉൽപ്പാദനത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ ക്ഷേമമാണ്. നേരത്തെ സൂചിപ്പിച്ച 3 പ്രശ്നങ്ങൾ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുക ആരാണ്? ഇവിടെ സെൻട്രലി പ്ലാനിംഗ് കമ്മീഷനാണ് അഥവാ ഗവൺമെന്റും സംയുക്തമായിട്ടാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അതിനുശേഷം മിക്സ്ഡ് ഇക്കോണമി, ഉദാഹരണം ഇന്ത്യയാണ്. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥിതി, പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംയുക്തമായി മുന്നോട്ട് പോകുന്ന രാജ്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ സംയുക്തമായി തന്നെ പരിഹരിച്ചു പോവുകയാണ്. പ്ലാനിംഗ് കമ്മീഷനും ഗവൺമെന്റും അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനും സ്വകാര്യ മേഖലയും സംയുക്തമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതിനൊക്കെ ഉത്തരം മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എത്രത്തോളം എഴുതണോ എന്നൊക്കെ തീരുമാനിക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ വളരെ ഈ ടോപ്പിക്കിൽ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ്, ഉൽപ്പാദന സാധ്യതാ പരിധി. അപ്പോൾ എന്താണ് ഉൽപ്പാദന സാധ്യതാ പരിധി എന്ന് കൃത്യമായി എഴുതണം. അതിനുശേഷം ഒരു പട്ടിക തയ്യാറാക്കുക, അതിനെ ആസ്പദമാക്കി ഒരു ഡയഗ്രം വരക്കുക, ആ ഡയഗ്രത്തെ വിശദമാക്കുക. അപ്പോൾ ഡയഗ്രത്തിൽ 3 പ്രത്യേക സാഹചര്യങ്ങൾ വ്യക്തമാക്കണം. ഒന്ന്, ഉൽപ്പാദന സാധ്യതാ വക്രത്തിന് മുകളിലുള്ള ഏത് പോയിന്റും കാര്യക്ഷമവും പൂർണ്ണവുമായ വിഭവങ്ങളുടെ പ്രയോജനപ്പെടുത്തലാണ്. അതിന് ലെഫ്റ്റ് സൈഡ് ഭാഗികമായ വിഭവങ്ങളുടെ വിനിയോഗിക്കലാണ്. അതിനപ്പുറം അതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? PPCയുടെ റൈറ്റ് സൈഡ് എന്താണ്? വിഭവങ്ങളുടെ വളർച്ച. ഈ 3 പോയിന്റും അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുക. അവസാനം പറഞ്ഞ പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, എല്ലാവരും ഹൃദയസ്ഥമാക്കുക. സെക്കൻഡ് ചാപ്റ്റർ കൺസ്യൂമർ ബിഹേവിയർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിന് വീഡിയോ ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. ഈ ചാപ്റ്റർ ഇട്ടിട്ടുള്ള മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും തറവായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ത്രൂ ഔട്ട്. താങ്ക് യു.